സംസ്ഥാന പോലീസ് മേധാവി ദർവേഷ് സാഹിബ് IPSന്റെ ഭാര്യ ഫരീദ ഫാത്തിമയുമായി വസ്തുകരാറിലേർപ്പെട്ട ഉമർ ഷെരീഫ് ഇപ്പോൾ നമ്മളോടൊപ്പം റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. സർ, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഇന്നേക്ക് ഒരു വർഷം മുന്നേ 2023 ജൂൺ 22 ഞാനും അദ്ദേഹമായിട്ടൊരു വസ്തുകരാറിൽ ഏർപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള പേരൂർക്കട മണികണ്ഠേശ്വരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു 10.8 സെന്റ് സ്ഥലം അദ്ദേഹം വിൽക്കാൻ പോകുന്നു അറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഒരു സ്റ്റാഫാണ് എന്നോട് പറഞ്ഞത്. അത് പ്രകാരം അദ്ദേഹത്തെ പോയി കാണുകയും പുള്ളിയുമായിട്ട് സംസാരിച്ചൊരു കരാറിൽ ഏർപ്പെട്ടു. ഈ പറഞ്ഞ ജൂൺ 22 15 ലക്ഷം രൂപ അഡ്വാൻസ് നൽകി കരാറിൽ ഏർപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ 10 ലക്ഷം രൂപ കൂടെ വേണമെന്ന് പറഞ്ഞു. 10 ലക്ഷം രൂപ വീണ്ടും കൊടുത്തു. അത് കഴിഞ്ഞൊരു 5 ദിവസം കഴിഞ്ഞപ്പോൾ 5 ലക്ഷം രൂപ കൂടെ വേണമെന്ന് പറഞ്ഞു. വീണ്ടും 5 ലക്ഷം രൂപ കൊടുത്തു. ഈ 5 ലക്ഷം രൂപ അല്ലെങ്കിൽ ഈ പണം നൽകിയത് അക്കൗണ്ട് വഴിയാണോ അദ്ദേഹത്തിന് നേരിട്ടാണോ? ആദ്യത്തെ 2 പ്രാവശ്യവും അക്കൗണ്ട് വഴി തന്നെയാണ് കൊടുത്തത്. ആദ്യത്തെ 15 ലക്ഷവും രണ്ടാമത് കൊടുത്ത 10 ലക്ഷവും 25 ലക്ഷം രൂപ അക്കൗണ്ട് വഴി തന്നെയാണ്. മൂന്നാമത് പണമായിട്ട് 5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് 5 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ഓഫീസിൽ കൊണ്ടു കൊടുത്തത്. ഇത് കഴിഞ്ഞു വീണ്ടും 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാൻ ഒറിജിനൽ ആധാരം കാണുമെന്ന് പറഞ്ഞു. ഏതെങ്കിലും തരത്തിലൊരു സംശയം തോന്നിയോ? സംശയം തോന്നി. കാരണം ഈ അടുത്തടുത്ത ദിവസങ്ങളിൽ കേസ് ഇങ്ങനെ ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും. എന്നാൽ ഞാൻ ഇതിന് മുന്നേ തന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഇൻകം ഫ്രണ്ട്സ് എടുത്തിരുന്നു. അപ്പോൾ അതിനകത്ത് ബാധ്യത ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പോയതും. പ്രത്യേകിച്ച് ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. ഒറിജിനൽ ആധാരം ചോദിച്ചപ്പോൾ പുള്ളി കാണിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഞാൻ പണം ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ട് ഉള്ള ബ്രാഞ്ചിൽ പോയിട്ട് അന്വേഷിച്ചപ്പോഴാണ് 26 ലക്ഷം രൂപയ്ക്ക് ഈ പ്രോപ്പർട്ടി ബാങ്കിൽ പ്ലഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു പ്ലഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിച്ചിരുന്നു വസ്തു കച്ചവടത്തിന് കരാറിൽ ഏർപ്പെടുന്നതിന് മുമ്പ്? ഇല്ല, അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പോരാതിന് എഗ്രിമെന്റിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വ്യക്തമായിട്ട് ഈ പ്രോപ്പർട്ടിക്ക് ഒരു ലയബിലിറ്റി ഇല്ല എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. ഈ 30 ലക്ഷം രൂപ വാങ്ങുകയും എന്നാൽ ഈ ബാധ്യത ഉണ്ടായിരുന്ന 26 ലക്ഷം രൂപ അടച്ച് ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ പോലും പ്രശ്നമില്ലായിരുന്നു. വീണ്ടും 25 ലക്ഷം രൂപ ചോദിച്ചതിന്റെ പേരിലാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ അറിഞ്ഞു. ഞാൻ ബാങ്കിന്റെ ലോൺ ഡിപ്പാർട്ട്മെന്റിൽ പോയി അന്വേഷിച്ചപ്പോഴും വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എന്നെ അറിയിച്ചതിന്റെ പേരിൽ ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ചെന്ന് പറഞ്ഞു, ലയബിലിറ്റി ഉള്ള പ്രോപ്പർട്ടി എനിക്ക് താല്പര്യമില്ല, ഞാൻ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നു, എന്റെ പണം മാത്രം മടക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. തരാമെന്ന് പറഞ്ഞു. നീണ്ട 1 വർഷക്കാലം തരാമെന്ന് പറയുക, അല്ലാതെ മേൽ നടപടികളൊന്നും നടക്കാതെ വന്നപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹം റിട്ടയർമെന്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കൊരു സെക്യൂർ ഇല്ല. ഞാൻ എൻ്റെ വക്കീലുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് കേസിന് പോകാൻ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് പണം തിരികെ കിട്ടാനുള്ള മാർഗം സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം സാറിന് ഒരു രജിസ്റ്റേർഡ് ലെറ്റർ തന്നെ അയച്ചു 2 പേർക്കും. ഈ ലെറ്റർ കിട്ടിയാൽ 10 ദിവസത്തിനകത്ത് ഈ പണം മടക്കി കൊടുത്ത് കരാർ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് മറുപടി DGP തന്നിരുന്നോ? ലെറ്റർ ആയിട്ട് തന്നിരുന്നോ? ഇല്ല, പകരം അദ്ദേഹത്തിന്റെ വക്കീലിനോട് സംസാരിച്ചു. ഒരു വക്കീൽ എന്റെ വക്കീലിന് രേഖാമൂലം ലെറ്റർ തരികയാണ് ചെയ്തത്. പണം തരാൻ സാധ്യമല്ല എന്നും വേണമെങ്കിൽ ഈ പ്രോപ്പർട്ടി തരാം ഇതായിരുന്നു. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഞങ്ങൾ പിന്നാക്കിട്ട് 1 വർഷമായി. പ്രോപ്പർട്ടി വേണ്ട, പണം തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ തരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഈ പറഞ്ഞ എഗ്രിമെന്റും ഈ പറഞ്ഞ ലെറ്ററും ഈ ബാങ്കിൽ വഴി നമ്മൾ പണം അയച്ചത് എല്ലാ രേഖകളും വെച്ച് കോടതിയിൽ ഒരു പരാതി കൊടുക്കുകയും ബഹുമാനപ്പെട്ട കോടതി അറ്റാച്ച്മെന്റ് തരികയും ചെയ്തു. ഈ കോടതിയിൽ പരാതി നൽകിയതല്ലാതെ മുഖ്യമന്ത്രിക്കടക്കം നിങ്ങൾ പരാതി നൽകിയെന്ന് വാർത്ത പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ പരാതി നൽകിയെങ്കിൽ CMന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ച പ്രതികരണം, മറുപടി എന്തായിരുന്നു? അതിൽ നിങ്ങൾ സംതൃപ്തനാണോ? ഞാൻ CMനെ നേരിട്ട് കാണാൻ ശ്രമിച്ച് നടക്കാതെ വന്നപ്പോൾ ഓൺലൈനിലായിട്ട് കംപ്ലൈന്റ് കൊടുത്തു. കംപ്ലൈന്റ് കൊടുത്തതിന് മറുപടിയായിട്ട് എൻ്റെ പരാതി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നും ഹോം ഡിപ്പാർട്ട്മെന്റ് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞ് ഒരു മറുപടി തന്നതല്ലാതെ നാളിതുവരെ ഒരു പ്രോഗ്രസും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇതിൽ കൃത്യമായിട്ടൊരു നടപടി എടുത്തില്ല എന്ന് തന്നെയാണ് അങ്ങയുടെ ആക്ഷേപം. എങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യങ്ങൾ വെളിപ്പെടുത്തില്ലായിരുന്നു. കാരണം ഇത് ഇപ്പം നമ്മൾ കാരണം ഒരാൾക്കും ഒരു വ്യക്തിഹത്യയോ പാർട്ടിക്കോ ഗവൺമെന്റിനോ ആർക്കും വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കെന്നെ താല്പര്യമില്ല, ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാനും താല്പര്യമില്ല. ഇപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നത് എൻ്റെ പണം തിരികെ
തരിക, ഞാൻ കേസ് വിഡ്രോ ചെയ്യാം. ഈ ഏതെങ്കിലും തരത്തിൽ, അതായത് ഇപ്പം ഈ DGPയുടെ ഓഫീസിൽ വെച്ചാണ് 5 ലക്ഷം രൂപ ബ്ലാക്ക് മണിയായി വൈറ്റ് മണിയായി കൈപ്പറ്റിയിരിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ ഇനി ആക്ഷേപമുണ്ടോ, അല്ലെങ്കിൽ DGPക്കെതിരെ ക്രിമിനൽ കേസ് ഉൾപ്പെടെ ചുമത്തുവാനുള്ള വകുപ്പുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്? അങ്ങക്ക് ഏതെങ്കിലും തരത്തിൽ DGPക്കെതിരെ ഇനി പരാതിയുണ്ടോ, പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. പ്രത്യേകിച്ച് ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥരുമാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിനെതിരെ ഒരു കേസോ നടപടിക്കോ ഞാൻ പോകാൻ തയ്യാറല്ല. അപ്പോൾ ചോദിക്കുക എന്തിനാണ് കേസ് കൊടുത്തത്? ഇത് എൻ്റെ പണത്തിനൊരു സെക്യൂരിറ്റി എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഇത് അറ്റാച്ച് ചെയ്യിപ്പിച്ചത്. ഇല്ലെങ്കിൽ ഒരിക്കലും പോകില്ല. കാരണം അദ്ദേഹം ഞാനുമായിട്ട് ഇടപെട്ടതും എന്നോട് സംസാരിച്ചിട്ടുള്ള വളരെ സ്നേഹമായിട്ട് ബഹുമാനമായിട്ടാണ്. ഈ അതേ ബഹുമാനം ഞാൻ ഇപ്പോഴും നിലനിർത്തി തന്നെയാണ് പറയുന്നത്. എനിക്ക് അദ്ദേഹത്തിനോട് ഒരു വ്യക്തി വൈരാഗ്യമോ പുള്ളിയെ മോശക്കാരനാക്കണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും അങ്ങനെ സമീപിക്കുകയോ അല്ലെങ്കിൽ ഇതിലൊരു ഒത്തുതീർപ്പിന് വേണ്ടി ശ്രമിക്കുകയോ ഒക്കെ ചെയ്തോ? ഇല്ല, ആരും അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ അങ്ങനെ വിളിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ? ഇന്നലെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ഒരാളാണെന്ന് പറഞ്ഞ ഒരാളെന്നെ വിളിച്ചു. എഗ്രിമെന്റിന്റെ കോപ്പി വേണമെന്ന് പറഞ്ഞു. അത് ഞാൻ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നിലവിൽ പരാതിയൊന്നുമില്ല അങ്ങക്ക്? എനിക്ക് പരാതിയില്ല. എന്റെ പരാതി ഇത്രയേ ഉള്ളൂ. എന്റെ പണം മടക്കി തരിക. ഈ കേസിൽ നിന്ന് ഞാൻ ഒഴിവാകാൻ തയ്യാറാണ്. എന്തായാലും കഴിഞ്ഞ ഒരു ദിവസമായി വലിയ വിവാദമാണ് ഈ വസ്തുക്കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട്. സംസ്ഥാന DGPക്കെതിരെ ക്രിമിനൽ കേസ് അടക്കം എടുക്കുവാനുള്ള വകുപ്പുണ്ട് എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുവിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.